സാധാരണ ചിലരൊക്കെ പറയാറുണ്ട്, ഈ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം, നാളെ ഖബറിൽ കൊണ്ടുപോകാനൊന്നും ഇല്ലല്ലോ. ശരിക്കും ഒരു ഹദീസിൽ കാണാം, യഅമലി ദുനിയാക, നീ ദുനിയാവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത് കഅന്നക തഈശു അബദൻ, എന്നേക്കുമായിട്ട് ഈ ദുനിയാവിൽ ജീവിക്കുന്നവനെ പോലെ ആയിരിക്കണം ദുനിയാവിന് വേണ്ടിയിട്ട് നീ പണിയെടുക്കേണ്ടത്. അതേപോലെ വഅമലി ആഖിറതിക്, നിന്റെ ആഖിറത്തിന് വേണ്ടി നീ പണിയെടുക്കേണ്ടത് കഅന്നക തമൂതു ഗദൻ, നാളെ മരിക്കുന്നവനെ പോലെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ദുനിയാവിന് വേണ്ടിയിട്ട് നല്ലോണം ഉണ്ടാക്കണം, ആഖിറത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. ഇപ്പോൾ ഉസ്മാൻ തങ്ങളുടെയൊക്കെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക കണക്ക് പ്രകാരം 8 ബില്യൺ നെറ്റ്വർത്ത് ആയിരുന്നു. 800 കോടിയിലധികം. ഇന്നത്തെ ലോകത്തുള്ള മൊത്തം ജനങ്ങളുടെ ജനസംഖ്യയെക്കാളും കൂടുതലായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, സമ്പത്ത് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കണം, എന്നാലും നമുക്ക് ഒരുപാട് ആളുകൾ കൊടുക്കാൻ കഴിയുക. അപ്പോൾ ബിസിനസ്സിൽ ഇസ്ലാം വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഉസ്മാൻ തങ്ങളാണെങ്കിലും ഇമാം മാലിക് തങ്ങളാണെങ്കിലും അബ്ദുറഹ്മാൻ ബിൻ